മഴ കുറച്ചൊന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മളുടെ സൈപ്രസ് വൈൻ എന്ന് പറഞ്ഞ ചെടിയില്ലേ, അതൊരു കുഞ്ഞു ചട്ടിയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിങ്ങനെ വല്ലാണ്ടായി വരുന്നുണ്ട്, ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് പഴുത്ത് വരുന്നുണ്ട് മഞ്ഞ കളറിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് മഴക്കാലമല്ലേ, അപ്പോൾ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് വളരുന്നെങ്കിൽ വളരട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അതിന് പടർന്നു കയറാൻ വേണ്ടി ഒരു കമ്പെടുക്കാൻ പോയതാണ് കേട്ടോ. ആക്ച്വലി ഞാനൊരു ഉണങ്ങിയ പുളിമരം നിൽക്കുന്നുണ്ട്, അതിൻ്റെ കമ്പെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്ന പത്തൽ ശീമക്കൊന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ടോ, ഇതിങ്ങനെ ഉണങ്ങി വരുന്നു. അതിൻ്റെ കുഞ്ഞു ചട്ടി ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഉണങ്ങി വരുന്നുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അതിന് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി നമുക്ക് താഴേക്ക് നടാം. എന്നിട്ട് ഈ കമ്പിലേക്ക് ഒന്ന് പടർത്തി കൊടുക്കാം. നിറയെ പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് എന്ത് കളർ പൂവാണെന്ന് അറിയത്തില്ല, വൈറ്റ് ആണോ റെഡാണോ പിങ്ക് ആണോ എന്നറിയത്തില്ല. മാക്സിമം റെഡ് ആവാനാണ് സാധ്യത. കാര്യം വഴിയരികിലൊക്കെ നിൽക്കുന്നതെല്ലാം ഞാൻ റെഡാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴാണ് പിങ്കും വൈറ്റും ഒക്കെ കിട്ടാറുള്ളത് സാധാരണ. എന്തായാലും നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മഴയുടെ ഇടയ്ക്ക് വരുന്ന വെയിലിന് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് വീഡിയോ. ഇപ്പോൾ പിന്നെ ഇച്ചിരി പോലും വെയിലില്ല, ഫുൾ ടൈം മഴ തന്നെയാണ്. അപ്പോൾ ഇത് നാട്ടിൻപുറത്തൊക്കെ ആകാശവള്ളി എന്ന് പറയും കേട്ടോ. നക്ഷത്രം പോലെ പൂവുണ്ടാവുന്നതുകൊണ്ടായിരിക്കും. മകനെ എർത്തുവഴി കുഴിച്ചാ എവിടേക്ക് പോണു? അയ്യോ, അങ്ങ് ദൂരെ പോവല്ലേ, അമ്മക്ക് ആരുണ്ട്? ഇതെങ്ങനത്തെ ദേഷ്യം എത്ര? അവൻ എർത്ത് കുഴിച്ച് എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ.